ഇന്ന് നമുക്കൊരു കിടിലൻ ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? നോമ്പ് തുറക്കുമ്പോൾ നമ്മളിതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറിക്കിട്ടും. അത്രക്കും റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോഴേക്കും ഈ കസ്കസൊക്കെ നല്ല പോലെ വീർത്ത് വരും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടത് ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപഴം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കണം. അപ്പോൾ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അതിൽ നിന്ന് 1 കപ്പ് പാല് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. പാലും പഴവും പഞ്ചസാരയും നല്ല പോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ചേർക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രിങ്കിനെ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് സ്ട്രോബെറി മിൽക്ക് മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. 3 ഡ്രോപ്സാണ് ചേർക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി മിൽക്ക് മിക്സും കൂടെ ചേർക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും കളറും ഒക്കെ കിട്ടും നമ്മുടെ ചെറുപഴത്തിൻ്റെ ഈ ഡ്രിങ്കിന്. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പം നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ സെർവ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പാലും പഴമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളാണ് ഞാനിപ്പോൾ ഈ ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തതാണ് ഓരോ ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുപഴമൊക്കെ വെച്ചിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കസ്കസ് ഒന്ന് ചേർത്ത് നോക്കുകൊണ്ടു, നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ പാലും ചെറുപഴമൊക്കെ ഉപയോഗിച്ചിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോൾ സ്ട്രോബെറി എസൻസ് ഒന്ന് ചേർത്ത് നോക്കൂ. അപ്പോൾ അതിലേറെ ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഡ്രിങ്ക് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ഫ്ലേവറിലുള്ള ബനാന ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്